ഗൈസ് ഇന്ന് നമ്മൾ ഒരു ആലുവ അടുപ്പ് വയ്ക്കുന്നത് മണ്ണിൻ്റെ ആലുവ അടുപ്പാണ്. അപ്പോൾ അത് കൊണ്ടുവന്ന് ഒരു പഴയ അടുപ്പിൻ്റെ മേളിലാണിത് വയ്ക്കുന്നത്. അത് പഴയ അടുപ്പ് കത്തിച്ച് മോൾ ഭാഗം ഇരുമ്പായതുകൊണ്ടൊക്കെ കേടുവന്ന് കൊണ്ടുവന്നിട്ട് അപ്പോൾ വേറെ ആലുവ അടുപ്പ് വേണ്ട പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഒരു മണ്ണിൻ്റെ തന്നെ മതി പറഞ്ഞു. അപ്പോൾ മണ്ണിൻ്റെ തന്നെ നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നത്. അപ്പോൾ മണ്ണിൻ്റെ കൊണ്ടുവന്ന് അതിൻ്റെ വായൊക്കെ നമ്മൾ കറക്റ്റാക്കി സൈഡ് ചുറ്റും കല്ലൊക്കെ വെച്ചെല്ലാം കറക്റ്റ് ചെയ്തു. മോൾ ഭാഗം തേച്ച് നമ്മൾ തേച്ച് ഇനി മേലെ ഗ്രൗട്ട് കൊടുക്കണം. അപ്പോൾ ഗ്രൗട്ട് നമ്മൾ ലൂസാക്കിയ ഗ്രൗട്ട് കലക്കിയിട്ട് മേൽഭാഗത്തൊക്കെ ഒഴിച്ച് കറക്റ്റാക്കി. അപ്പോൾ ഗ്രൗട്ട് പഠിക്കാൻ വേണ്ടി ഒരു സിൻഡിപ്പൊടിയൊക്കെ വെതറി ഒന്ന് കരണ്ടിയൊക്കെ ഇട്ട് ഒന്ന് ലെവൽ ചെയ്തു. അപ്പോൾ പൈപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ 4 പൈപ്പാണ്. 4 പൈപ്പ് വെച്ച് ലെവൽ നോക്കി കറക്റ്റാക്കി പൈപ്പ് വയ്ക്കുകയാണ്. അപ്പോൾ അത് വെച്ച് അതിൻ്റെ മോൾ ഭാഗത്ത് നമ്മൾ കട്ടി കലക്കിയ പേസ്റ്റ് പോലെ കലക്കിയ ഗ്രൗട്ടാണ്. അതൊരു കോട്ടൻ്റെ തുണിയിൽ ആക്കിയിട്ട് പൈപ്പിൻ്റെ ചുറ്റും നമ്മൾ ചുറ്റി വയ്ക്കുക. കുറച്ച് ചുറ്റിയിട്ട് അതിൻ്റെ മേളിൽ മട്ടിയിട്ടാൽ ഒരിക്കലും വെള്ളം വന്നാലും ഉള്ളിലേക്ക് പോകുക ഒന്നുമില്ല. എല്ലാവരും മട്ടി ഒരു വിള്ളിച്ച വന്നു കഴിഞ്ഞ് അത് വെള്ളം മഴ പെയ്യുമ്പോൾ ഉള്ളിലേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ ഇത് കുറേ ആകുമ്പോൾ ഒരു 5-6 മാസം കൂടുമ്പോൾ അതിനുള്ളിലൊരു മണൽക്കഴി പോലെ കെട്ടിയിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ കരി പിടിച്ചതും പോക പിടിച്ചതൊക്കെ പോകും. ഔട്ടൊക്കെ കൊടുത്ത് സെറ്റാക്കി ആ ബെൻഡും വെച്ച് കറക്റ്റ് ചെയ്തു.